യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ തോരനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇന്ന് കാണിക്കുന്നത്. ചിക്കൻ തോരൻ ഉണ്ടാക്കാനായി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ള പീസും എടുക്കാം. ഇവിടെ ഞാനിനി അരമുറി തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് ഞാൻ തോരൻ ഉണ്ടാക്കാൻ എടുത്തത്. ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ കടായിലേക്ക് ഇടാം. ഞാനിവിടെ ഒന്നും വഴറ്റിയെടുക്കുന്നില്ല, എല്ലാം ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കറിവേപ്പില എല്ലാം കൂടെ ചിക്കനിലേക്ക് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്. ഈ തോരന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ചിക്കനിലേക്കും സവാളയിലേക്കുമെല്ലാം മസാലപ്പൊടികൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി എടുക്കുക. ഇപ്പോൾ ഉപ്പും മസാലപ്പൊടികളും എല്ലാം ചിക്കനിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം, ഒരുപാട് ആവരുത്. ഇനി പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മൾ തോരനായിട്ട് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഞാനിപ്പോൾ ഇതൊന്നും കൂടെ ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെള്ളമെല്ലാം നന്നായി വറ്റി വരുന്നതാണ് പാകം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് എനിക്കിവിടെ പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾ എല്ലോട് കൂടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ നന്നായി പൊടിഞ്ഞു വരുന്ന ഒരു പാകമായിട്ടുണ്ട്. എനിക്കിവിടെ ചിക്കൻ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഒന്ന് നന്നായി ഒരു 2-3 മിനിറ്റും കൂടി ഇളക്കി വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് നല്ല പൊടിഞ്ഞു വരുന്ന ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിനായി ഞാനിപ്പം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കടുകും പെരിഞ്ജീരകം എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചിരകിയെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നന്നായി വറുത്തെടുക്കാം.
ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് കരിയാൻ പാടില്ല, നന്നായി ഒന്ന് ബ്രൗൺ കളറായാൽ മതി. ഇത് മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഈ വറുത്ത തേങ്ങ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ വറുത്തതും ചിക്കനും എല്ലാം ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ തോരനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ തോരനാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ്, കുരുമുളക് നമ്മൾ എത്രത്തോളം കുരുമുളകും തേങ്ങ വറുത്തതും ഇടുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ തോരനാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ.